ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയും. അതിനൊപ്പം തന്നെ നമ്മുടെ ഒരു ഓണം ക്ലീനിങ്ങും കുക്കിങ്ങും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു വരുത് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വ്ളോഗൊക്കെ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ മുറ്റോടിക്കലും പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ അതിന് ശേഷം വന്ന് വിളക്ക് വയ്ക്കുക, അതുപോലെ തന്നെ കോലം ഇടുക, നമ്മുടെ ഫ്രണ്ടിൽ ഉരുളിയിൽ പൂവൊക്കെ സെറ്റ് ചെയ്യുക, അങ്ങനെയുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു 6:30 ഒക്കെ സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ലാസ്റ്റ് മിനിറ്റാണ് ഓണം ക്ലീനിങ് ഒക്കെ ഞാൻ കുറച്ചായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വലുതായിട്ട് അങ്ങനെ ഡസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും എന്നാലും ഒന്ന് ഓണം അല്ലേ, അപ്പോൾ ഒന്ന് ഡസ്റ്റൊക്കെ ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലത്തെ ഇന്ന് ജിത്തോട്ടിന് മാത്രമേ സ്കൂളുള്ളൂ. അപ്പോൾ രാവിലെ അവനുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി കൊടുത്തയക്കാൻ, അതിന് ശേഷം ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെയാണ് അവൻ പറഞ്ഞത് ഇന്ന് വൈകിട്ട് വരെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ കുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ലഞ്ചൊന്നും. പക്ഷെ അവന് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് തക്കാളി ചമ്മന്തിയും കൂടി കൊടുത്തയക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ പറഞ്ഞു ഇഡ്ഡലി വേണ്ടാന്ന്. പിന്നെ ഞാൻ തക്കാളി ചമ്മന്തി അരച്ചിട്ട് ദോശ തന്നെ അവന് സ്കൂളിലോട്ടും കൊടുത്തയച്ചു കേട്ടോ. അങ്ങനെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അവനൊക്കെ പോയി രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലെ തന്നെ ഞാൻ ക്ലീനിങ്ങിന് നിന്നു കേട്ടോ. എന്താ വെച്ചാൽ രണ്ടാളും സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേനും എൻ്റെ ക്ലീനിങ് ഒക്കെ ഒരുവിധം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഹാളിലും അവിടെയൊക്കെ അവർ ടി വി കാണാനും ഒക്കെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഡിസ്റ്റർബൻസ് ആവും. ഞാൻ ക്യാമറയൊക്കെ വെക്കണ സമയത്ത് പിന്നെ അവർക്കും ഡസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കും എന്തെങ്കിലും അലർജിയൊക്കെ ആവണ്ടെന്ന് വിചാരിച്ച് അവർ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേനും എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിയണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉള്ളത്. കുക്കിങ് കുറച്ച് മെല്ലെയാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്പോൾ തന്നെ ക്ലീനിങ്ങിന് നിന്നിട്ടുണ്ടായിരുന്നു. ജിത്തുട്ടിന് മാത്രമേ ഉള്ളൂ കേട്ടോ വൈകുന്നേരം വരെ സ്കൂൾ. അപ്പോൾ നന്ദൂട്ടിക്ക് ഇന്ന് എക്സാം ഉണ്ടെങ്കിൽ അവൾ നിന്ന് വയറുവേദനയായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കണ്ണന് ഉച്ചവരെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം. അവൾക്ക് പിന്നെ മെയിൻ എക്സാം ഒന്നും ആയില്ല കേട്ടോ. അവൾക്ക് +1 ആയതുകൊണ്ട് തന്നെ അവൾക്ക് എക്സാം ആയിട്ടില്ല. അതുപോലെ ക്ലാസ് ടെസ്റ്റ് അങ്ങനെയാണ് കേട്ടോ എക്സാം. അപ്പോൾ അതിന് ശേഷം ഞാൻ അവന് തക്കാളി ചമ്മന്തിയൊക്കെ അരച്ചു രാവിലെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാത്രങ്ങളൊക്കെ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല, അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. പിന്നെ അതിനിടയിൽ കൂടെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കണ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓണം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞോ അല്ലേ, എവിടെ വരെ എത്തി എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ വീഡിയോസിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. കർക്കിടക മാസത്തെ ക്ലീനിങ്ങിൽ എല്ലാവിടെയും പൊടിയൊക്കെ തട്ടി നമ്മുടെ സ്ലാബും എല്ലാം വൃത്തിയാക്കി തന്നെ കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഓണത്തിന് വലുതായിട്ടുള്ള നമുക്ക് പണികളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഒന്ന് മാറാലൊക്കെ ഒന്ന് തട്ടിയിട്ട് അടിച്ചുവാരി തുടച്ച് വൃത്തിയാക്കുക, അതുപോലെ തന്നെ കിച്ചണത്തെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വൃത്തിയാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അതുപോലെ പൂജാമുറിയൊക്കെ ഒന്ന് ഡസ്റ്റ് ചെയ്യുക, ഇതൊക്കെ പിന്നെ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴത്തേനും എപ്പോഴുള്ള പണി തന്നെയാണ് കേട്ടോ ഇതൊക്കെ. എന്നാലും ഓണം ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് നന്നായിട്ട് ഇവിടെ ഡസ്റ്റ് നന്നായിട്ട് ഉണ്ടാവണതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ഡസ്റ്റ് ചെയ്യാറ് അതുപോലെ തന്നെ മാറാല തട്ടാറൊക്കെ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് എടുത്ത് കാണുന്നത് കൊണ്ട് തന്നെ വേഗം ഞാനത് ക്ലീൻ ചെയ്യാറാണ്. അപ്പോൾ എന്താ ഇപ്പോൾ ഇഡ്ഡലിയൊക്കെ ചുട്ട് എടുത്തിട്ടുണ്ട്. ഇഡ്ഡലിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവൻ പറയണേ എനിക്ക് ഇഡ്ഡലി വേണ്ടമ്മ ദോശ മതിയെന്ന്. അവർക്ക് എപ്പോഴും ദോശയാണ് ഇഷ്ടം. അതുപോലെ തന്നെ ഇഡ്ഡലി അവർക്ക് ഇഷ്ടമേയില്ല. ഇഡ്ഡലിയൊക്കെ കഴിക്കുകയാണെങ്കിൽ സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ ഇഡ്ഡലി കഴിക്കുകയുള്ളൂ കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ അവർക്ക് ദോശയാണ് ഇഷ്ടം. എല്ലാവരുടെയും വീട്ടിൽ കുട്ടികളൊക്കെ അങ്ങനെ ആയിരിക്കും തോന്നുന്നു കേട്ടോ. ദോശയാണ് അവർക്ക് ഇഷ്ടം ഇഡ്ഡലിയേക്കാളും. അതെന്താണെന്നറിയില്ല, എല്ലാവർക്കും കുട്ടികൾക്ക് ദോശയാണ് കേട്ടോ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ കണ്ണന് എക്സാം ഉച്ചവരെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് വലിയ ആശ്വാസമാണ് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ അവൻ എന്താ കൊടുത്തയക്കുക എന്നുള്ളത് ആലോചിച്ചിട്ട് ചോറും കൊണ്ടുപോയില്ല. നമ്മളിവിടെ ഉണ്ടാക്കണത് അവൻ കൊണ്ടുപോയില്ല, ചപ്പാത്തി ഇഡ്ഡലി അങ്ങനെ മാറിയിട്ട്. പിന്നെ അതുപോലെ തന്നെ തക്കാളി ചമ്മന്തി അവന് ഇഷ്ടമല്ല. ഇവർക്ക് വലിയവർക്ക് രണ്ടാൾക്കും തക്കാളിയും ഉള്ളിയും കൂടി ഇട്ട ചമ്മന്തിയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അവനത് ഇഷ്ടമല്ല. അവന് വെളുത്തുള്ളി ഇട്ടിട്ട് ഇങ്ങനെ വറ്റൽമുളകൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തിയാണ് ഇഷ്ടം. അങ്ങനെ എക്സാം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. സമാധാനത്തിൽ നമുക്ക് രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. പിന്നെ അവർക്ക് ലഞ്ച് കൊണ്ടുപോകേണ്ട ദിവസം ചില ദിവസങ്ങളിലല്ലേ 2 എക്സാം ഉണ്ടാവുള്ളൂ. അപ്പോൾ ലഞ്ച് കൊണ്ടുപോകേണ്ട ദിവസങ്ങളിൽ അധികം അവർ ടിഫിൻ തന്നെ അധികം കൊണ്ടുപോകാറ് കേട്ടോ. അപ്പോൾ ഈ എക്സാം തുടങ്ങിയ ശേഷം അങ്ങനെയാണ് അധിക ദിവസങ്ങളിൽ ഞാൻ ചോറ് ഉണ്ടാക്കിയിട്ടില്ല. സിമ്പിളായിട്ട് എന്തെങ്കിലും അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ അതിന് ശേഷം ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ കുക്കിംഗ് ഒക്കെ.
ഇനിയിപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നമുക്കത് സെറ്റ് ആവുള്ളൂ. പിന്നെ അതുവരെ പിന്നെ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഓണും ആ തിരക്കും രാവിലെ പൂവിടണ തിരക്കും ഒക്കെ ആയിട്ട് രാവിലെ എന്തായാലും കുക്കിംഗ് ഒന്നും നടക്കില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ നാളെ മുതൽ അത്തമല്ലേ, പൂവിടണ കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ കുറേ സമയം പോകും. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ടാണ് രാവിലെ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ നടക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതുവരെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് സ്ലോ ആയിട്ടായിട്ടുണ്ടാവുക. പിന്നെ ഇപ്പോൾ അത് അവനുള്ള ദോശയൊക്കെ ഞാൻ ചുട്ടിട്ട് രാവിലത്തേക്കും ഉച്ചയ്ക്ക് കൊണ്ടുപോകാനൊക്കെ ദോശ തന്നെയാണ് കേട്ടോ ചുട്ടത്. അവനുള്ള ലഞ്ചൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് പോയി ഞാൻ കണ്ണനെയൊക്കെ റെഡിയാക്കാനൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 9:30 മണിയൊക്കെ ആയിട്ടാണ് കണ്ണൻ പോകുമ്പോഴത്തേനും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിനുശേഷം പിന്നെ ഞാൻ ക്ലീനിങ്ങിലോട്ട് നിന്നു കേട്ടോ. പിന്നെ രാവിലേക്ക് തക്കാളി ചമ്മന്തിയും ദോശയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ വലുതായിട്ട് വേറെ ഒന്നും കുക്ക് ചെയ്യാനൊന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ തന്നെ കഴിച്ചിട്ട് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ആദ്യം ഞാൻ മാറാലൊക്കെ എല്ലായിടത്തും ഒന്ന് മാറാലൊക്കെ തട്ടിയിട്ട് ക്ലീൻ ചെയ്യായിരുന്നു കേട്ടോ. മാറാല കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മാറാല സിറ്റൗട്ടിലും ഹാളിലും റൂമിലും എല്ലായിടത്തും മാറാലൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ നമുക്കുള്ളത് ടി വിയും അതുപോലെ തന്നെ ടി വിയുടെ ടി വി വെക്കുന്നതിന് താഴെ ടേബിളും അതുപോലെ തന്നെ കട്ടിൻ്റെ അടിയിലും ഒക്കെ ഒന്ന് വൃത്തിയാക്കണ പരിപാടികളാണ് കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അടിച്ചുവാരി തുടയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തിട്ടാണ് പിന്നെ കുക്കിങ്ങും കൂടി ചെയ്യണമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ലെമൺ റൈസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ സിമ്പിളുമാണ്, അതുപോലെ തന്നെ കുറച്ച് ടേസ്റ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ ഒരുപാട് ക്ലീനിങ്ങും ഒക്കെ ചെയ്യണ സമയത്ത് കുക്ക് ചെയ്യാനും കൂടി കുറേ നേരം നിൽക്കുകയാണെങ്കിൽ പിന്നെ ഒട്ടും സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും കുക്കിംഗ് ഒന്നും നടക്കാത്തതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചോറും കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ലെമൺ റൈസും അതുപോലെ തന്നെ കൊണ്ടാട്ടം കൂടി വറുത്തിട്ട് കൊത്തമല്ലി ചമ്മന്തിയും കൂടിയാണ് കേട്ടോ അരച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഫസ്റ്റ് വ്ളോഗിലൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ലെമൺ റൈസും അതുപോലെ തന്നെ കൊത്തമല്ലി ചമ്മന്തി പുതിന ചമ്മന്തിയുടെ ഒക്കെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവൻ്റെ ലഞ്ചൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ എല്ലായിടത്തും ഒന്ന് മാറാല തട്ടാനുണ്ട്. അപ്പോൾ മാറാല തട്ടുമ്പോൾ അധികമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാസ്ക് ഇട്ടിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുളി കഴിയാതെ ക്ലീനിങ് ഒന്നും ഞാൻ ചെയ്യാറില്ല. എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ എന്തായാലും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്താ വെച്ചാൽ എപ്പോഴും ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ടാണല്ലോ ക്ലീനിങ്ങിനൊക്കെ നിൽക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടൊന്ന് ഞാൻ മേല് കഴുകി കുളിക്കൊക്കെ വീണ്ടും ചെയ്യും കേട്ടോ. പക്ഷേ കുളിക്കാതെ എങ്ങനെ ക്ലീനിങ്ങിനൊക്കെ നിന്നാൽ പിന്നെ അത്രയും നേരം കുളിക്കാതെ നിൽക്കണ്ടേന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ക്ലീനിങ് ഉള്ള ദിവസം ഞാൻ കുളിച്ചിട്ടൊക്കെ തന്നെയാണ് ചെയ്യാറ്. പക്ഷേ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്തായാലും മേല് കഴുകുക കുളിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ മാസ്ക് ഒന്നും ഇടാത്തത് അധികം അങ്ങനെ ഡസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ എനിക്ക് അങ്ങനെ ഡസ്റ്റ് അലർജി അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വാതലും അതുപോലെ തന്നെ മേലെയും എല്ലാവിടെയും ഞാനൊന്ന് മാറാലൊക്കെ തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മാറാല തൊട്ടി കൊണ്ട് തന്നെ ഒന്നിങ്ങനെ ആക്കുമ്പോൾ വേഗം വാതലത്തെ പൊടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മളിനി വെള്ളവും തുണിയൊക്കെ എടുത്ത് തുടയ്ക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതുകൊണ്ടൊക്കെ തന്നെ ഒന്ന് പൊടിയൊക്കെ തട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊന്ന് നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കുകയാണെങ്കിൽ വീണ്ടും നിലത്തൊന്നും ആവില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലായിടത്തും പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ.
ഇപ്പം എല്ലായിടത്തും മാറാല തട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കട്ടിലൊക്കെ നീക്കിയിട്ട് ഒന്ന് കട്ടിലിൻ്റെ സൈഡിലും അതുപോലെ ജനാലയിലും ഒക്കെ ഉള്ള ഒന്ന് പൊടിയൊക്കെ തട്ടിയിട്ട് കട്ടിലിൻ്റെ അടിയിലൊക്കെ ചിലപ്പോൾ ഒക്കെ കടലാസും പൊടികളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വീക്കിലി ഒരു പ്രാവശ്യം അതൊക്കെ ഒന്ന് നീക്കി അടിച്ചു വരുന്നതാണ്. എന്നാലും ക്ലീനിങ് സമയത്ത് ഒന്ന് എടുത്ത് മാറ്റിയിട്ടൊക്കെ ഒന്ന് അടിച്ചു വരുമ്പോൾ ഒരു തൃപ്തിയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ടി വി സ്റ്റാൻഡും അതുപോലെ തന്നെ ടി വി വെച്ചിടത്തും എല്ലാം ഉള്ള സാധനങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടിയിട്ട് അടിച്ചു വരാമെന്നുള്ളതാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം മാറ്റി കടലാസും കളയാനുള്ള തൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വൃത്തിയാക്കിയിട്ട് ടി വിയും അതുപോലെ ടേബിളും അവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വൃത്തിയാക്കാനുള്ളത് ഈ പൂജാമുറിയുടെ മേലാണ് കേട്ടോ. എത്ര നമ്മൾ ഒരു വീക്കിലി ഒരു പ്രാവശ്യം വൃത്തിയാക്കിയാലും നന്നായിട്ട് ഡസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ ഇതിൻ്റെ മേലേക്ക്. അപ്പോൾ ഞാൻ എന്തായാലും ആഴ്ചയിൽ ഒരിക്കൽ വ്യാഴാഴ്ചകളിലൊക്കെയാണ് കേട്ടോ ഞാൻ വിളക്കൊക്കെ എടുത്ത് തേക്കാറ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാനൊന്ന് പൂജാമുറിയുടെ മേലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാറുണ്ട്. അപ്പോൾ ഇന്നും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അത്രയ്ക്ക് വൃത്തിയാക്കിയതുകൊണ്ട് ഇന്നും ഒരുപാടില്ല, അല്ലെങ്കിലും എപ്പോഴും നന്നായിട്ട് പൊടി ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പൊടിയും എല്ലാം തൂക്കലും അതുപോലെ മാറാല തട്ടലും ഡസ്റ്റ് ചെയ്യലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് അടിച്ച് വാരി തുടയ്ക്കലാണ്. അപ്പോൾ അടിച്ച് വാരിയിട്ട് ഇപ്പോൾ നല്ലോണം മണ്ണും പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴും വൃത്തിയാക്കിയതാണെങ്കിൽ ഇപ്പോൾ ഓണ സമയത്ത് അല്ല കർക്കിടക സമയത്ത് നമ്മളൊക്കെ വൃത്തിയാക്കിയതാണ്. എന്നാൽ കൂടി നന്നായിട്ട് പൊടിയും അതുപോലെ തന്നെ ഡസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലായിടത്തും പൊടി തട്ടലും അടിച്ചുവാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് വൃത്തിയായി തുടച്ചെടുത്തു കേട്ടോ. അപ്പം തന്നെ തുടച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആ പൊടിയും ചവിട്ടിയിട്ടായിരിക്കും നമ്മൾ ബെഡിലും സോഫയിലൊക്കെ ഇരിക്കാറ്. അപ്പോൾ ഞാൻ സോഫ കവറും അതുപോലെ തന്നെ ബെഡിലത്തെ വിരികളൊക്കെ എടുത്ത് കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേന്ന് തന്നെ ഞാൻ സോഫ കവറൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് കഴുകാനിട്ടിട്ടുണ്ട്. അതൊക്കെ വാഷിംഗ് മെഷീനിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പണികളൊക്കെ കഴിയുമ്പോഴത്തേനും വാഷിംഗ് മെഷീനിൽ അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കിട്ടും. പിന്നെ നമുക്കിന്നിപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ ബെഡ്ഷീറ്റും തലയണകളും ഒക്കെ ഒന്ന് വെയിലത്ത് ഇട്ടിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെയിലുള്ളപ്പോഴാണ് നമുക്ക് തലയണയും ഒക്കെ ഒന്ന് വെയിലത്ത് ഇടാൻ പറ്റാറ്. അപ്പോൾ ബെഡ്ഷീറ്റുകൾ തിരുമ്പാനുള്ളതും അതുപോലെ തന്നെ സോഫ കവറും ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി കിച്ചണും ഒക്കെ ഒന്ന് തുടച്ചെടുത്തു. എല്ലായിടത്തും തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ പണികളൊക്കെ കഴിയുമ്പോഴത്തേനും തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയായപ്പോൾ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ അങ്ങനെ കൊണ്ടാട്ടമൊക്കെ വറുത്തിട്ട് ലെമൺ റൈസും അതുപോലെ തന്നെ കൊത്തമല്ലി ചമ്മന്തിയും ആയിരുന്നു കേട്ടോ ഇന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ക്ലീനിങ്ങും ഒക്കെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ലഞ്ച് കുറച്ച് സിമ്പിളാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടയേർഡ് ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ കുക്കിങ്ങും എല്ലാം ഒരു ദിവസം തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വയ്യാതാവും വൈകുന്നേരം ആകുമ്പോഴത്തേനും. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ദിവസങ്ങൾ സിമ്പിളായിട്ട് എന്തെങ്കിലും ലഞ്ച് ഉണ്ടാക്കാൻ നോക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ വരുമ്പോൾ ഒന്നിച്ചിങ്ങനെ വൃത്തിയാക്കും. അല്ലാതെ തന്നെ ഒരു വീക്കിലി ഒരു പ്രാവശ്യം ഒരു റൂം വൃത്തിയാക്കി പിറ്റേന്ന് ഞാൻ വേറെ റൂം, അങ്ങനെ ഒരു ദിവസം ഹാള്, അങ്ങനെ ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യാറ്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ടെൻഷൻ അറിയില്ല. ഓരോ ദിവസം ഓരോ റൂമും വൃത്തിയാക്കുമ്പോൾ എപ്പോഴും നമ്മുടെ വീട് വൃത്തിയായിരിക്കും ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഊണൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഫ്രിഡ്ജ് ക്ലീനിങ്ങും അതുപോലെ തന്നെ കിച്ചണിലെ ഈ കൗണ്ടർ ടോപ്പിന് മേലെ വെച്ചിട്ടുള്ള നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് തുടയ്ക്കണം. നമ്മൾ കർക്കിടക മാസമൊക്കെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ കിച്ചണിൽ ഒരുപാട് എപ്പോഴും പൊടി ഉണ്ടാവില്ല കേട്ടോ. കിച്ചൺ ഞാൻ എപ്പോഴും നമ്മൾ ദിവസം യൂസ് ചെയ്യണതാണല്ലോ, അതുകൊണ്ട് തന്നെ എപ്പോഴും വൃത്തിയാക്കണതുകൊണ്ട് കിച്ചൺ എപ്പോഴും വൃത്തിയായിട്ട് ഉണ്ടാവും. പിന്നെ ഉള്ളത് ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജിൽ പിന്നെ എനിക്കുള്ളൊരു സ്വഭാവമാണ് ഫ്രിഡ്ജിൽ നമ്മൾ സാധനങ്ങൾ എടുത്ത് വെക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഡെയിലി നമ്മൾ കഴിക്കാനുള്ള സാധനങ്ങൾ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അത്
പിറ്റേന്ന് കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ പിറ്റേന്ന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ പിന്നെ അത് ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കും. കളയേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണത് പിന്നെ എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ കളയേണ്ടി വരും. കുറച്ചേ ഉണ്ടാവുള്ളൂ, അത് അന്ന് തന്നെ കളഞ്ഞാൽ മതി. പക്ഷെ എന്നാലും ഞാൻ എടുത്ത് വെക്കും കേട്ടോ. പിന്നെ അപ്പോൾ അതെന്തായാലും പിന്നെ ഇപ്പോൾ ഓണമൊക്കെ വരാൻ പോകല്ലേ. അപ്പോൾ ഓണമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിയലും സാമ്പാറൊക്കെ എന്തായാലും ഫ്രിഡ്ജിൽ ബാക്കി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെക്കുകയാണെങ്കിൽ സ്ഥലം വേണമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഫ്രിഡ്ജിലത്തൊക്കെ എല്ലാ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് എടുത്ത് ഫ്രിഡ്ജൊക്കെ ക്ലീനായി തുടച്ച് അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് കഴുകി ഉണക്കി എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഓണാകുമ്പോഴത്തേനും ഫ്രിഡ്ജൊക്കെ ക്ലീനായിട്ട് നമുക്ക് ഇനി സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലം ഫ്രിഡ്ജിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചക്കറികളും സാധനങ്ങളും എല്ലാം എടുത്തിട്ട് ആദ്യം ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ അതിലത്തെ ഗ്ലാസും ഒക്കെ എടുത്ത് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെയ്തത് അതിന് രാവിലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ അല്ല, മുന്നത്തെ ദിവസം വൈകുന്നേരം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രിഡ്ജ് ക്ലീനിങ് ഫസ്റ്റ് ക്ലീനിങ് തുടങ്ങിയത് ഫ്രിഡ്ജിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അതിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ തലേന്ന് രാത്രി ഞാൻ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകുന്നുണ്ട്. ഇന്നിപ്പോൾ മാറാല തൂക്കലും അടിച്ചുവാരി തുടക്കലുള്ള പണിയാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് കിച്ചണത്തൊന്ന് കൗണ്ടർ ടോപ്പിൻ്റെ മേലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് തുടയ്ക്കാമെന്നാണ്. അതൊരു 10 മിനിറ്റിൻ്റെ പണിയുള്ളൂ കേട്ടോ, വലിയ പണികളൊന്നും ഇല്ല. ആ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ അതൊക്കെ ഒന്ന് അതേപോലെ തന്നെ വെക്കേ വേണ്ടൂ, അല്ലാതെ കഴുകുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. ഞാൻ പിന്നെ ഓരോ സാധനങ്ങൾ കഴിയുമ്പോഴും ആ ഗ്ലാസ് ബോട്ടിൽ അല്ലെങ്കിൽ ആ ബോക്സ് കഴുകിയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ അതിലിടാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പം ആ പണി എനിക്ക് കുറച്ച് കുറവാണ് കേട്ടോ. വലിയ പണിയായിട്ട് തോന്നണത് നമുക്ക് ഫ്രിഡ്ജ് ക്ലീനിങ്ങും അതുപോലെ തന്നെ മാറാല തട്ടലും അടിച്ചുവാരലും തുടയ്ക്കലൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ പാത്രങ്ങളും യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് ഞാൻ എടുത്തിട്ട് കഴുകി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയുള്ള വലിയ വലിയ പണികളൊക്കെ ഞാൻ ഓരോ ദിവസം കുറച്ച് സമയം കിട്ടുമ്പോൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ എന്തായാലും പണികളൊക്കെ ചെയ്യുമല്ലോ, ആ സമയത്ത് ഞാൻ ഓരോ ദിവസം കുറച്ച് പണികളായിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ മിനിഞ്ഞാന്ന് ഞാൻ അടുക്കളയിലത്തെ സാധനങ്ങൾ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് അവിടുത്തെ മേലേക്ക് തുടച്ചിട്ട് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം ഞാൻ കയറും ഇറങ്ങുമൊക്കെ ചെയ്യണ സമയത്ത് ക്യാമറയും കൊണ്ട് വെച്ചിട്ട് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മെയിൻ വേണ്ട കാര്യങ്ങൾ മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കിച്ചൺ ക്ലീനിങ് എൻ്റെ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വൈകുന്നേരത്തെ മേലുകഴുകലും വിളക്കുളത്തിലൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ കാര്യത്തിന് വന്നിട്ട്. പിന്നെ ഒരുപാട് പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കിച്ചണൊന്നും അധികം ഡസ്റ്റ് ആവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് മാത്രം ഒന്ന് എടുത്ത് തുടച്ചിട്ട് അതുപോലെ തന്നെ ആ ബോക്സസൊക്കെ ഒന്ന് തുടച്ചെടുത്ത് വെക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓണം ക്ലീനിങ്ങും രാവിലത്തെ കുക്കിങ്ങും അതുപോലെ തന്നെ ഉച്ചക്കത്തെ കുക്കിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ എന്തായാലും ഒന്ന് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു വരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നല്ലതായാലും ചീത്തയായാലും ഒക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയുമ്പോഴാണ് നമുക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വീഡിയോസാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുമ്പോഴാണല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് വീണ്ടും വീഡിയോസൊക്കെ എടുക്കാനും നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനൊക്കെ തോന്നുള്ളൂ. ഇത് ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ. ഞാനിപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ പിന്നാലെ എത്രയും പണികളുണ്ടെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാര്യം നമ്മളെടുത്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പിന്നാലുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവണത്. അത് എല്ലാ ജോലിക്കും അതുപോലെ തന്നെയാണ്, അതിൻ്റേതായ റിസ്ക്കും കാര്യങ്ങളൊക്കെ എല്ലാ ജോലിക്കും ഉണ്ടാവും. പക്ഷെ നമുക്കിതൊരു ഇൻട്രസ്റ്റ് കൂടി ചെയ്യുമ്പോൾ നമുക്ക് ജോലി ചെയ്യണത് തന്നെ പറയണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസ് എടുക്കണം അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യണം, നമ്മളിങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ളൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ജോലി ചെയ്യുമ്പോൾ കൂടി നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കേട്ടോ ചെയ്യണത്. അതുപോലെ തന്നെ എല്ലാവരും നമ്മൾ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റോട് ചെയ്യുക. എന്തെങ്കിലും പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് ജോലി ചെയ്യുമ്പോൾ നമ്മൾ ജോലി ചെയ്യണ ഒരു ക്ഷീണം നമുക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.